ഡോക്ടർ ജിൻഡോ ജോൺ, ഒരു യാത്രക്കിടയിൽ ആൾക്കൂട്ട വിചാരണ നടത്തപ്പെട്ട് കയ്യേറ്റം ചെയ്യപ്പെട്ട ഈ പെൺകുട്ടികളെ നേരത്തെ പറഞ്ഞ തരത്തിൽ ഭീഷണിപ്പെടുത്തി ഇനി അവർ പരാതി പറയണമത്രേ. ആരോട്? ഈ ആൾക്കൂട്ടങ്ങളുടെ ഗർജനങ്ങൾക്കനുസരിച്ച് വകുപ്പ് എഴുതി ചേർത്ത ഈ പോലീസിനോട് അവർക്ക് വേണമെങ്കിൽ പറയാം, അവർക്കെതിരെ കൂടി കേസെടുക്കണം കേട്ടോ എന്ന്. മിണ്ടാനുള്ള ത്രാണിയെങ്കിലും ബാക്കി വെച്ചിട്ടുള്ള ആളുകൾക്ക് വേണ്ടേ ന്യായം ഇതല്ലേ എന്ന് ചോദിക്കാനുള്ള അവകാശം ഉണ്ടാവേണ്ടത്? മാധു, ആ പെൺകുട്ടികളെ മുറിയിൽ പൂട്ടിയിട്ടിട്ട് അവരെ ഈ ബജരംഗ് ദളുകാരുടെ ഭീഷണിക്ക് വഴങ്ങിയില്ലെങ്കിൽ ബലാത്കാരം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി അങ്ങനെ അവരെ കൊണ്ട് മൊഴി മാറ്റിക്കാൻ ശ്രമിക്കുന്നു. ആ കന്യാസ്ത്രീമാരോട് പറഞ്ഞ ആക്ഷേപങ്ങൾ, ആ പെൺകുട്ടികളുടെ സഹോദരന് നേരെ നടത്തിയ അതിക്രമങ്ങൾ, ഇതൊക്കെ നടക്കുന്ന സമയത്താണ് KVS ഹരിദാസ് നിഷ്കളങ്കത ചുമഞ്ഞുകൊണ്ട് പറയും അവർക്ക് പരാതി കൊടുത്തുകൂടെയെന്ന്. ആരോട് പരാതി കൊടുക്കാൻ? നമ്മുടെ ഈ മഞ്ഞുമലുള്ള എറണാകുളത്തെ മഞ്ഞുമലുള്ള അച്ഛനെ ഉൾപ്പെടെ ലീനസ് അച്ഛനെ ഉൾപ്പെടെയുള്ള ആളുകളെ പള്ളി കൊള്ളയടിക്കാൻ വന്നവര് കൈ പുറകിൽ കെട്ടി ക്രൂരമായിട്ട് മർദ്ദിച്ചു. 90 വയസ്സിലധികമുള്ള പുരോഹിതനെ അടക്കം അവർ രാത്രിക്ക് രാത്രി അവിടെ നാട് വിട്ട് ഓടി വരേണ്ടി വന്നു ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. പരാതി പറഞ്ഞുകൂടെയെന്ന്. ഒറീസയിൽ, അതുപോലെ ഛത്തീസ്ഗഡിൽ, രാജസ്ഥാനിലും മധ്യപ്രദേശിലൊക്കെ ഇത് നിരമറി നടക്കുന്നു. ഇനി എന്തിനാ കേരളത്തിൽ പോലും വയനാട്ടിലെ ഒരു പാസ്റ്ററുടെ കാല് തല്ലിയൊടിക്കുമെന്നാണ് ഇവരുടെ സംഘപരിവാർ സംഘടനകൾ പറയുന്നത്. പരാതി പറഞ്ഞ പരിഹരിക്കപ്പെടുമെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ആരുടെ പരാതിയിലാണ് കേസെടുത്തത്? ഇവിടെ ആരുടെ പരാതിയില്ല? ആ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയതിന്റെ പേരിൽ ആ കുടുംബത്തിന് പരാതിയുണ്ടോ? അവരുടെ ബന്ധുക്കൾക്ക് പരാതിയുണ്ടോ? ആർക്കുമില്ല. 10-30 കേസിൽ പിടികിട്ടാപ്പുള്ളിയായിട്ടുള്ള ബജരംഗ് ദൾ നേതാവായിട്ടുള്ള ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ആൾക്കൂട്ട വിചാരണയ്ക്ക് ശേഷം അവരുടെ പരാതിയിലാണ് കേസെടുക്കുന്നത്. അവർ പറഞ്ഞ പ്രകാരം മൊഴി എഴുതി ചേർത്ത് കേസെടുക്കുക. 9 ദിവസം കന്യാസ്ത്രീകളെ ജയിലിലിടുക. നാണമില്ലേ എന്നിട്ടും പറയാനായിട്ട്? ഇവിടെ ഒറ്റപ്പെട്ട 1-2 സംഭവങ്ങളുടെ പേരിൽ അങ്ങനെയൊന്നും പറയരുത്. ഞങ്ങളൊന്ന് മുണ്ട് മടക്കി കുത്തി ഇറങ്ങിയാൽ ഇന്ത്യയിൽ ഒറ്റ സ്ഥാപനം ഉണ്ടാവില്ല എന്ന്. നിങ്ങൾ മുണ്ട് മടക്കി കുത്തേണ്ടതേ ഈ രാജ്യം ഉണ്ടാകുന്ന സമയത്ത് സ്വാതന്ത്ര്യ സമര കാലത്തായിരുന്നു. അന്ന് നിങ്ങൾ മുണ്ട് മടക്കി കുത്താതെ വല്ലവന്റെ ബൂട്ട് പോളിഷ് ചെയ്യാൻ പോയേക്കായിരുന്നു. അന്ന് ഈ രാജ്യത്ത് ഇന്നത്തെ ക്രൈസ്തവരും മുസ്ലിങ്ങളും ഇവരുടെ മുൻഗാമികളും ഒക്കെ രാജ്യത്ത് മഹാത്മാഗാന്ധിയോടും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവോടൊക്കെ തോളോട് തോൾ ചേർന്ന് നിന്ന് മുണ്ട് മടക്കി കുത്ത് പോരാടിയത് കൊണ്ടാ ഇന്ന് നിങ്ങൾക്ക് ഇതുപോലെ ഇരുന്ന് ഈ അതിക്രമം ചെയ്യാനായിട്ടൊക്കെ പറ്റുന്ന രീതിയിൽ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം ഉണ്ടായത്. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, നിങ്ങൾ പരിഹാരം ചെയ്യുമെന്ന് ഈ ജ്യോതി ശർമ്മയെ അറസ്റ്റ് ചെയ്യാൻ പറയോ? പിടികിട്ടാപ്പുള്ളിയാണെന്നാണല്ലോ പറയുന്നത്. ഈ കന്യാസ്ത്രീകൾക്കെതിരെ അധിക്ഷേപം നടത്തിയ, ആൾക്കൂട്ട വിചാരണ നടത്തിയ ആ പെൺകുട്ടികളുടെ ആങ്ങളെ ദേഹോദ്രവം ഏൽപ്പിച്ച ആളുകളെ അറസ്റ്റ് ചെയ്യാൻ പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ആക്ഷേപങ്ങൾ ഉണ്ട് എന്നല്ല, ഒറ്റ ചോദ്യമാണ് KVS ഹരിദാസിനോട്. നിങ്ങൾക്ക് ആക്ഷേപമുണ്ടോ? BJPക്ക് ആക്ഷേപമുണ്ടോ? ആ കന്യാസ്ത്രീകളെ കള്ളക്കേസിലാണ് പിടിച്ചത് എന്നുള്ള അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവർ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തി എന്നുള്ള ആക്ഷേപം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്കും അതേ ആക്ഷേപം ഉണ്ടെങ്കിൽ നിങ്ങളും ബജറംഗ് ദളുകാരും ഒറ്റ അഭിപ്രായമാണ്. മറുപടിയില്ല. അങ്ങനെ ചില ആക്ഷേപങ്ങൾ ഉണ്ടായി, പോലീസ് കേസെടുക്കുന്ന പരാതിയിലാണല്ലോ എന്നുള്ളതാണ് അതിൽ കേരളത്തിലെ BJP ഘടകത്തിന് എടുക്കാൻ കഴിയുന്ന നിലപാട്. ഇവർക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ലെന്നേ. അങ്ങനെയാണെങ്കിൽ ഇപ്പോ മനുഷ്യക്കടത്ത് നടത്തി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയം നടക്കില്ല. മനുഷ്യക്കടത്ത് നടത്തിയില്ല എന്ന് പറഞ്ഞാലും ഇവിടുത്തെ രാഷ്ട്രീയം നടക്കില്ല. അല്ല മാധു, ഇതിലൊരു പ്രശ്നമേ, KM മുനിരത്ന എന്ന് പറഞ്ഞ കർണാടക സർക്കാരിലെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു മന്ത്രി, അദ്ദേഹം പറഞ്ഞ് ക്രൈസ്തവരെ ആക്രമിക്കണം, ആട്ടി ഓടിക്കണം എന്നാണ് പറഞ്ഞത്. ഒരു 2-3 ആഴ്ച മുമ്പാണ് മധ്യപ്രദേശിലെ BJPയുടെ MLA ഗോപിചന്ദ് പതൽക്കർ പറഞ്ഞത് ക്രൈസ്തവരെ കൈ തല്ലിയോടിക്കുന്നവർക്ക് 3 ലക്ഷം, അവരെ കൊല്ലുന്നവർക്ക് 11 ലക്ഷം രൂപ വരെ പല ഘട്ടങ്ങളായിട്ട് തിരിച്ച് ഇനാം പ്രഖ്യാപിക്കുന്നത്. BJPയുടെ പ്രതിനിധി തള്ളിപ്പറയോ? അത് BJPയുടെ നിലപാടല്ലെന്ന് പറയോ? ഈ രാജ്യത്തെ എപ്പോഴെങ്കിലും നരേന്ദ്രമോദിയോ അമിത്ഷായോ BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റോ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ക്രൈസ്തവർക്കെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ, ആദിവാസികൾക്കെതിരെ, ദളിതർക്കെതിരെ നടക്കുന്ന ആസൂത്രിതമായിട്ടുള്ള ഇത്തരം അതിക്രമങ്ങൾ, ആൾക്കൂട്ട വിചാരണകൾ, അക്രമങ്ങൾ തെറ്റാണ്, നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഒരിക്കലെങ്കിലും മൊഴിഞ്ഞിട്ടുണ്ടോ? അത് മൊഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇവർക്ക് അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആളുകളെ പേടിപ്പിച്ച്, ഭയപ്പെടുത്തി, ഭിന്നിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നു. പല പരിവാർ സംഘടനകളും തമ്മിൽ ബന്ധമില്ലെന്ന് പറയുന്നു. എന്നാൽ അവരെ തള്ളി പറയണ്ടേ? അവർക്കെതിരെ നടപടി സ്വീകരിക്കണ്ടേ? അത് ചെയ്യുന്നില്ല. ഇവിടെ സഹായം അഭിനയിക്കുകയാണ് കേരളത്തിലെ കുറെ BJP നേതാക്കന്മാർ. സഭകളോടൊപ്പം നിൽക്കുന്നുവെന്ന്. സത്യത്തിൽ ഇവർ സഭകളോടൊപ്പം അല്ല നിൽക്കുന്നത്. സഭയിലെ തന്നെ ചില ഒറ്റപ്പെട്ട വ്യക്തികളോട്, അതായത് മടിയിൽ കനമുള്ള ചില ആളുകളോടൊപ്പം മാത്രമാണ് നിൽക്കുന്നത്. കേരളത്തിലെ ഒരു സഭാവിശ്വാസിയോടൊപ്പം BJP നിൽക്കുന്നില്ല. ഇവിടെ ഇദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടായെന്ന്. കേരളത്തിൽ അതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു കന്യാസ്ത്രീക്ക് തിരുവസ്ത്രം ധരിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ടോ? ഏതെങ്കിലും ഒരു പുരോഹിതന് ലോക ധരിച്ചുകൊണ്ട് പൊതുമധ്യത്തിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ടോ? ഇവിടെ ഏതെങ്കിലും പള്ളിയിൽ കുർബാന വിലക്കപ്പെടുന്നുണ്ടോ? ഇവിടെ ഏതെങ്കിലും പള്ളിയുടെ കുരിശിന്റെ മേലെ ഭഗവത് ധ്വജം കയറ്റി കെട്ടുന്നുണ്ടോ? ഇവിടെ ഏതെങ്കിലും പള്ളിയിൽ കൊന്തയും ധരിച്ചു പോകുന്ന കുട്ടികളെ അല്ലെങ്കിൽ ഇവിടുത്തെ ക്രൈസ്തവ മതവിശ്വാസികളെ തെരുവിൽ തള്ളുന്ന സാഹചര്യമുണ്ടോ? KVS ഹരിദാസ് അതിന് മറുപടി പറയണം. നിങ്ങൾ ഇങ്ങോട്ട് വാ, മുണ്ട് മടക്കി കുത്തിക്കൊണ്ട്. നിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ളിടത്ത്, സംഘപരിവാർ സംഘടനകൾക്ക് വലിയ മൃഗീയ ഭൂരിപക്ഷമുള്ളിടത്തത് നിങ്ങൾ ഉയർത്തുന്ന വാൾമുനയുടെ ആ മൂർച്ച കാണിച്ച് പേടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്നതല്ല ഈ രാജ്യത്തെ ഭരണം. ഈ രാജ്യത്തെ ഭരണഘടനയെ അംഗീകരിച്ച്, അനുശാസിച്ച് അതിനനുസരിച്ച് നടക്കേണ്ടതാണ് ഭരണം.
അവിടെ Okay. നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. നിങ്ങൾ ക്രൈസ്തവരോട് സ്നേഹമില്ലാത്തവരാണ്, മതന്യൂനപക്ഷങ്ങളോട് സ്നേഹമില്ലാത്തവരാണ്, നിങ്ങൾ വേട്ടക്കാർ ശരി, മാത്രമാണ്. ഡോക്ടർ ജിൻഡോ ജോൺ, ഞാൻ കേരളത്തിലെ ഇടപെടുന്നേ. വേട്ടക്കാരുടെ ഒരു ശ്രീ വിഭാഗം പ്രകാശ് മാത്രം മാസ്റ്റർ. സഹായം അഭിനയിക്കുക മാത്രമാണ്.